ഈ വെഡ്ഡിങ് റിംഗ് എന്ന പ്രതീകം ഗ്രീക്ക് റോമൻ ട്രഡീഷനിൽ നിന്ന് വരുന്നതാണ്. ഗ്രീക്കുകാർക്ക് ഇങ്ങനെ ഒരു ചിന്തയാണ്, അത് ബയോളജിക്കലി കറക്റ്റ് അല്ല. അവർ ചിന്തിക്കുന്നത് ഈ മോതിരവിരലിൽ നിന്നും ഹൃദയത്തോളം നീളുന്ന വേനെ അമോറസ് എന്നൊരു നാഡിയുണ്ട്. ആ നാഡി ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിയാണ് മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുത്. എന്തൊരു സുന്ദരമായ ധ്യാനാത്മകമായ കോൺസെപ്റ്റാണ്. അതായത് നിങ്ങളുടെ വെഡ്ഡിങ് റിംഗ് പോലും ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, മറുപാതിയെ മറക്കരുത്. ഈ മറുപാതി എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ബെറ്റർ ഹാഫ് എന്നാണ് പ്രയോഗം. ആ ബെറ്റർ ഹാഫ് ലെസ്സർ ഹാഫ് അല്ല, ബെറ്റർ ഹാഫാണ്. ആ ബെറ്റർ ഹാഫിനെ ലെസ്സർ ഹാഫ് ആക്കുമ്പോഴാണ് അത് ബിറ്റർ ഹാഫായി മാറുക. നിങ്ങൾ എപ്പോഴെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹണിമൂൺ എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഹണി എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയെ വിളിക്കാൻ ഉപയോഗിക്കുന്ന സ്വീറ്റ് നെയിമാണ്. മൂൺ എന്താണ്? മൂണ് ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇടയ്ക്ക് അപ്രത്യക്ഷമാകുന്ന സംഗതിയാണ്. അപ്പോൾ ഹണിമൂൺ കാലം എന്ന് പറയുന്നത് എന്താണ്? ഈ കരിമേഘത്തിൽ മറഞ്ഞു പോകുന്നതിന് മുമ്പ് തെളിഞ്ഞു നിൽക്കുന്ന കാലം. അത് ഇപ്പം തന്നെ മറഞ്ഞു പോകാം, അതിനാണ് ഹണിമൂൺ കാലം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തേൻ നിലൈവ് എന്നാണ് തമിഴിൽ പ്രയോഗം. അത് തേനിറ്റിപ്പെടുന്ന സമയമാണ്, ഇതൊക്കെ നിന്നു പോകാമെന്ന്. പിന്നെ ജീവിതകാലം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആഘോഷമാക്കി മാറ്റുന്നവരെ കണ്ടിട്ടുണ്ട് ദമ്പതികളെ. അവരുടെ രഹസ്യം എന്താണ്? അവരുടെ രഹസ്യം വളരെ സിമ്പിളാണ്. എപ്പോഴും അവർ ബെറ്റർ ഹാഫിനെ ബെറ്റർ ഹാഫായിട്ട് തന്നെ നിലനിർത്തുന്നു. ബിറ്റർ ഹാഫാക്കി മാറ്റില്ല, ലെസർ ഹാഫാക്കി മാറ്റില്ല. ഓർമ്മപ്പെടുത്തലുകൾ ഉള്ളിലുണ്ട്. ഇറ്റാലിയൻ സിനിമകളിലൊന്നിൽ ഭാര്യയെ വഞ്ചിച്ച് നിഴൽ പോലെ പുറത്തേക്ക് പോകുന്ന ഭർത്താവ്. അകത്തും ഇരുട്ട് പുറത്തും ഇരുട്ട്, പിന്നെ ഇരുട്ടിനകത്ത് കടുക്കടുത്ത ദാഹം, ഒടുക്കത്തെ വിശപ്പ്. മറ്റൊരു സ്ത്രീയെ ചെന്ന് കണ്ട് അവളുമായി വേഴ്ച നടത്തി തിരികെ വരുന്നു. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ പെണ്ണ് ഉറക്കത്തിലും ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഞ്ചലോ എന്നാണ് പേര്. ആഞ്ചലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് സങ്കടം വന്നുപോയി. മാത്രമല്ല, ആ പാതി മയക്കത്തിൽ കിടക്കുന്ന അവളുടെ വിരലിലെ വെഡ്ഡിങ് റിങ് അതിങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അയാൾ പറയുകയാണ്, അകത്ത് ഇത്ര വെട്ടമുണ്ടായിട്ടും ഏത് ഇരട്ട് തേടിയാണ് ഞാൻ പോയത്? അയാൾ മുട്ടുകുത്തി അവളുടെ ആ മോതിരം ഉമ്മ വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും തീരാത്ത വിശപ്പും ഒരിക്കലും തീരാത്ത ദാഹമുള്ളതുകൊണ്ടാണ് ഒരുപാട് ഇടങ്ങളിൽ മുട്ടുശാന്തിക്ക് വേണ്ടി ഓടേണ്ടി വരുന്നത്. സംതൃപ്തി അകത്താണ്. അത് നിങ്ങളുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ഓടി നടന്നുകൊണ്ട് സംതൃപ്തിയൊന്നും ഉണ്ടാവില്ല. അകത്ത് നീരിറവകൾ കണ്ടെത്തുക. സ്വന്തം നീരിറവകളെ മറന്നുകൊണ്ട് പൊട്ടക്കിണറുകൾ തേടിപ്പോകുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൊട്ടക്കിണറ്റിൽ പോയി കെട്ടവെള്ളം കുടിക്കുന്നവന് ദാഹം കെടുമോ? കേടില്ല. ഇന്ന് കെടും, നാളെ വീണ്ടും ദാഹം വരും. ഇതല്ലേ ദാമ്പത്യ അവിശ്വസ്തതയുടെ പ്രശ്നങ്ങളായി മാറുന്നത്? ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രത്തോളം വിശ്വസ്ത ഓരോരുത്തർക്കും ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. 3, മന്ത്രകോടി. അതിൻ്റെ അർത്ഥം എന്താണ്? മന്ത്രിച്ച പുതുവസ്ത്രം. കോടി വസ്ത്രം എന്ന് വെച്ചാൽ പുതുവസ്ത്രം. മന്ത്രിച്ച പുതുവസ്ത്രമാണ് മന്ത്രകോടി. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു യുവാവ് ജീവിത പങ്കാളിക്ക് നൽകുന്ന ആദ്യത്തെ ഒഫീഷ്യൽ ഗിഫ്റ്റാണ് മന്ത്രകോടി. അതുകൊണ്ട് സിറിയൻ പാരമ്പര്യത്തിൽ തലയിലിട്ടാണ് കൊടുക്കുന്നത്. ഒരാളെ രാജ്ഞിയായിട്ട് സ്വീകരിക്കുകയാണ്. രാജാവായിട്ട് ഇയാൾ മാറുകയാണ്. യഹൂദ പാരമ്പര്യത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. രാജാവിൻ്റെയും രാജ്ഞിയുടെയും വസ്ത്രം അണിഞ്ഞ് 2 പേരും 7 ദിവസത്തോളം എല്ലാവരുടെ റിസപ്ഷൻ സ്വീകരിക്കും. ഗ്രാമത്തിലുടനീളം സഞ്ചരിക്കും. രാജകീയ പ്രൗഢിയോടെ നിൽക്കും. അവർ ഈ രാജാവ് രാജ്ഞിയാണ് എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജാവിനെ പോലെ കല്യാണം കഴിച്ചവൻ പിന്നെ എങ്ങനെയാണ് യാചകനെ പോലെയായി മാറിപ്പോയത്? രാജ്ഞിയെപ്പോലെ രംഗപ്രവേശം ചെയ്തയാൾ എങ്ങനെയാണ് ഒന്നുമില്ലാത്തോളും ഒന്നും അല്ലാത്തോളായി മാറിപ്പോയത്? പഴയ ഇന്ത്യൻ പുരാണത്തിൽ ഭൂമിയിലെ ഒരാളെ പ്രണയിച്ച് കല്യാണം കഴിച്ച ഗന്ധർവകന്യ, അവൾ നാട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ മറ്റ് ഗന്ധർവകന്യകൾ ഒരു സ്വർണ്ണച്ചെപ്പ് സമ്മാനിച്ചു. ഇയാൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താണ് അതിനകത്ത്. അയാൾ ഈ സ്വർണ്ണച്ചെപ്പ് തുറന്നു നോക്കി, അകത്തൊന്നുമില്ല. അയാൾ പെട്ടെന്ന് പറഞ്ഞു, അയ്യേ ഇതെന്താണ്, അകത്ത് ശൂന്യതയാണല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആകാശം നിങ്ങൾക്കിങ്ങനെ ശൂന്യതയായി മാറിയത്? ഗന്ധർവകന്യകകൾ സ്വർണ്ണച്ചെപ്പിൽ ആകാശത്തിൻ്റെ ഒരു നുറുങ്ങെടുത്ത് എനിക്ക് സമ്മാനമായി നൽകിയതാണ്. ആകാശത്തിൻ്റെ ഒരു നുറുങ്ങ്, അത് നിങ്ങൾക്കെങ്ങനെയാണ് ശൂന്യതയായി മാറിയത്? പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. പെണ്ണിൻ്റെ ആകാശം മറ്റൊരാൾക്ക് ഇരുട്ടുമായി മാറുന്നത് എന്തുകൊണ്ടാണ്? കാഴ്ചയുടെ പ്രശ്നമാണോ? കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ? ഉൾക്കാഴ്ചയുടെ പ്രശ്നമാണോ? ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. പുലിയായി തുടങ്ങിയ ഒരാൾ എലിയായി മാറുന്നത്, കല്യാണത്തിന് ശേഷമാകുന്നത് എന്തുകൊണ്ടാണ്?
പുലികളുടെ കല്യാണത്തിന് ഒരു എലി വന്നിരിക്കുന്നു. ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. പുലികൾക്കൊക്കെ ദേഷ്യം വന്നു, എലിക്കെന്ത് ഇവിടെ സ്ഥാനം? അപ്പോൾ എലി പറഞ്ഞു, ഞാനും പുലിയായിരുന്നു, കല്യാണത്തിന് മുമ്പ് പുലിയായിരുന്നു, കല്യാണം കഴിച്ചപ്പോഴാണ് പതുക്കെ പതുക്കെ ഞാൻ എലിയായിട്ട് മാറിയത്. ഈ എലിഫിക്കേഷൻ ദാമ്പത്യത്തിൽ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ച് നോക്കുക. ഈ കാഴ്ച മാറുന്നതാണോ കാഴ്ചപ്പാട് മാറുന്നതാണോ? മദർ തെരേസയോടൊപ്പം അല്പനാൾ താമസിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. മദർ തെരേസയോടൊപ്പം താമസിക്കുമ്പോൾ അകത്ത് പെട്ടെന്ന് ഉൾക്കാഴ്ചയുടെ ഉൾവെട്ടം വന്ന് നിറയും. മദർ തെരേസ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. മദറിനോട് ഞാൻ ചോദിച്ചു, മദർ, ഇഫ് സമൺ സ്പെൻഡ് സംതിങ് ലൈക്ക് 5 minutes വിത്ത് യു, ദേ ബിക്കം ഓൾ ടുഗെദർ ഡിഫറെൻറ്റ്. അമ്മയോട് 5 മിനിറ്റ് ചിലവഴിച്ചാൽ മതി, പെട്ടെന്ന് ആളുകളങ്ങ് മാറുകയാണ്. വാട്ട് ഈസ് ദ ആൽക്കമി? വാട്ട് ഈസ് ദ മാജിക്? വാട്ട് ഈസ് ദ മിറക്കിൾ? എന്താണ് ആ അത്ഭുതം? എന്താണ് മാജിക്? എന്താണ് ആൽക്കമി? മദർ എന്നോട് ചോദിക്കുന്നു, ബ്രദർ ടെൽ മീ, ഹൗ ഡു യു ലുക്ക് അറ്റ് അതേഴ്സ്? മറ്റുള്ളവരെങ്ങനെയാണ് നോക്കുന്നത്? സെമിനാരിൽ നിന്ന് പുറത്തു വന്നതേ ഉള്ളൂ, ചെറുപ്പത്തിൻ്റെ വീടുവായ ഉത്തരവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ നോക്കുന്ന കണ്ടുകൊണ്ടാണ്. മദർ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഡിയർ ബ്രദർ, ക്ലോസ് യുവർ ഐസ്, കണ്ണടക്ക്, എന്നിട്ട് ഓപ്പൺ യുവർ ഹാർട്ട്, ഹൃദയം തുറക്ക്, ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് അതേഴ്സ്. ഹൃദയം കൊണ്ട് നോക്കി തുടങ്ങുക, അപ്പോൾ വെട്ടം കാണും, ദൈവത്തെ കണ്ടെത്തും മറ്റുള്ളവരിൽ. ഇതാണ് ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. ദാമ്പത്യത്തിലെ സുന്ദരമായ പാഠമാണത്. മറ്റൊരാളെ ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ സൗന്ദര്യം കണ്ടെത്താൻ സാധിക്കും. കണ്ണുകൊണ്ട് നോക്കിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? കണ്ണെപ്പോഴും കുറ്റപ്പെടുത്തലിൻ്റെ, ജഡ്ജ്മെൻ്റലിൻ്റെ കണ്ണാണ്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറ്റം മാത്രമേ കാണുള്ളൂ. ചില മനുഷ്യരുടെ അവസ്ഥ കണ്ടിട്ടില്ലേ? കണ്ണ് തുറന്നാൽ കുറ്റം കാണും, വായ തുറക്കുന്നത് കുറ്റം പറയാൻ മാത്രം, കാത് കുറിപ്പിക്കുന്നത് കുറ്റം കേൾക്കാൻ മാത്രം. പിന്നെ എങ്ങനെ ദാമ്പത്യം വിജയിക്കും? ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കണം. ക്യാൻസർ രോഗബാധിതയായ സ്ത്രീ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് വെട്ടി നീക്കപ്പെട്ട് കഴിഞ്ഞു, അന്ത്യ ദിവസങ്ങളാണ്. ഭാര്യ ഈ അങ്ങേറ്റ കനിവോടുകൂടി ശുശ്രൂഷിക്കുന്ന ഭർത്താവിനോട് ചോദിച്ചു, ഞാനിപ്പോൾ അഴുക്കാണല്ലേ? അയാൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ മോളെ, നീ അഴുക്കല്ല, നീയാണ് അഴക്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അഴകുള്ള ആൾ നീയാണ്. അവളത് കേട്ട് പുഞ്ചിരിച്ചു, സന്തോഷത്തോടെ കണ്ണടച്ചു, മരിച്ചു. സത്യത്തിൽ അയാൾ പറഞ്ഞ നുണയല്ലേ? നുണയാണ്. കാരണം ഇപ്പോൾ അഴുക്കാണ് അവൾ. ഈ ആശുപത്രി കിടക്കയിൽ അഴുക്ക് ഭാണ്ഡം പോലെ അവൾ കിടക്കുകയാണ്. പക്ഷെ അയാൾ പറഞ്ഞ സത്യമല്ലേ? അയാളിപ്പോൾ കാണുന്നത് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് ഷേക്സ്പിയർ എഴുതിയതുപോലെ കണ്ണുകൾക്കിപ്പുറമുള്ള കണ്ണുകൾ കൊണ്ട് കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ച കാണാനുള്ള സിദ്ധി അയാൾ കൊണ്ട്. അപ്പോൾ അയാൾ ആഴങ്ങൾ കണ്ടെത്തി, അഴുക്ക് കണ്ടില്ല. ഞാനിനി ചോദിക്കട്ടെ, പ്രണയ സമയത്ത് അഴക് മാത്രം കണ്ടയാൾ ഇപ്പോൾ അഴുക്ക് മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കണ്ണിൽ കരട് വന്നതുകൊണ്ടാണ്. കാഴ്ചയിൽ വല്ലാത്ത ബ്ലറിങ് വന്നതുകൊണ്ടാണ്. പണ്ട് മാലാഖയായിരുന്ന ആളിപ്പോൾ മൃഗമായി മാറിയത് എന്തുകൊണ്ടാണ്? ഭാര്യ ഭർത്താവിനോട് പറയണേ, AD BC എന്ന് പറയുന്ന പോലെ നമ്മൾ ദാമ്പത്യത്തിലും വേണം 2 തരംതിരിവുകൾ. AM BM. അയാൾ ചോദിച്ചു, എന്താണത്? അവർ പറയുന്നു, BM ബിഫോർ മാരേജ്, ഞാൻ നിങ്ങൾക്കൊരു ബാലാഖിയായിരുന്നു. AM ആഫ്റ്റർ മാരേജ്, ഞാൻ നിങ്ങൾക്ക് വെറും മൃഗമായി മാറി. അങ്ങനെ ഒരു തരംതിരിവ് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെന്ന് ചിന്തിച്ചു നോക്കുക.